Dear students, welcome to mathematics class. We discussed a few examples in page number 133 in the last class. Okay. There are a few questions in pages 134, 35 and 36. Today's class we are going to discuss those questions. Look at page number 134. The first question is find the following. താഴെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിനൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ദ വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിൻ്റ് ഓൺ ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലുള്ള ഏതൊരു പോയിൻറ്റിൻ്റെയും വൈ കോർഡിനേറ്റ് എന്താണ് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് എക്സ് ആക്സിസിലുള്ള ഏതൊരു പോയിൻറ്റിൻ്റെയും വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും എന്ന്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ 1 പേജ് 134 അതിൽ ഒന്നാമത്തത് 0 ആണ്. ഓക്കെ, 0. സെക്കൻഡ് വൺ ദി എക്സ് കോർഡിനേറ്റ്സ് ഓഫ് എനി പോയിൻ്റ് ഓൺ ദ വൈ ആക്സിസ്. വൈ ആക്സിസിലുള്ള ഏതൊരു പോയിൻറ്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും, അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദാറ്റ് ഓൾസോ ഇസ് 0. ദെൻ തേർഡ് വൺ ദ കോർഡിനേറ്റ്സ് ഓഫ് ദി ഒറിജിൻ. ഒറിജിൻ്റെ കോർഡിനേറ്റ്സ്, ഒറിജിനെ നമ്മൾ ഒ എന്നാണ് വിളിക്കുന്നത്, അതിൻ്റെ കോർഡിനേറ്റ്സ് 0, 0 ആണ്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ഈസ് ദ വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിൻ്റ് ഓൺ ദ ലൈൻ ത്രൂ 0, 1 പാരലൽ ടു ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലായി 0, 1 എന്ന പോയിൻറ്റിലൂടെ വരയ്ക്കുന്ന ലൈനിലെ ഏതൊരു പോയിൻറ്റിൻ്റെയും വൈ കോർഡിനേറ്റ് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ 0, 1 എന്ന പോയിൻറ്റിലൂടെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് 1 ആയതുകൊണ്ട് ആ ലൈനിലുള്ള എല്ലാ പോയിൻറ്റിൻ്റെയും വൈ കോർഡിനേറ്റ് വിൽ ബി 1. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിൻറ്റ് ഓൺ ദ ലൈൻ ത്രൂ 1, 0 പാരലൽ ടു ദി വൈ ആക്സിസ്. വൈ ആക്സിസിന് പാരലായിട്ട് 1, 0 എന്ന പോയിൻറ്റിലൂടെ വരയ്ക്കുന്ന ലൈനിലുള്ള എല്ലാ പോയിൻറ്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും എന്നുള്ളതാണ്. അവിടെയും ആൻസർ എന്താണ്? 1. അതായത് ഇവിടെ വൈ കോർഡിനേറ്റ് 1 ആണ്, ഇവിടെ എക്സ് കോർഡിനേറ്റ് 1 ആണ്. വരയ്ക്കുന്നത് ഏത് പോയിൻറ്റിലൂടെയാണ്? 1, 0 എന്ന പോയിൻറ്റിലൂടെയാണ് വരയ്ക്കുന്നത്, പാരലൽ ടു ദി വൈ ആക്സിസ്. വൈ ആക്സിസിന് പാരലായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്താണ്? 1 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദി ആൻസർ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻ പേജ് നമ്പർ 135. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ 3 വെർട്ടീസസ് ഓഫ് ദ റെക്ടാങ്കിൾ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന റെക്ടാങ്കിളിൻ്റെ ഒരു കോർണറിൻ്റെ അല്ലെങ്കിൽ ഒരു വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. മറ്റ് വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ കാണണം. ഫൈൻഡ് ദി അതർ 3 വെർട്ടീസസ് ഓഫ് ദ റെക്ടാങ്കിൾ ബിലോ. Second question, page 135. ഇതാണ് റെക്റ്റാങ്കിൾ. ഇറ്റ് ഈസ് ഗിവൺ ടു ബി 0 അല്ലെങ്കിൽ O X ആൻഡ് ദിസ് ഈസ് Y. ഇവിടെ 4, 3 എന്ന ഒരു വെർട്ടെക്സ് അല്ലെങ്കിൽ ഒരു വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് ആയ 4, 3 തന്നിട്ടുണ്ട്. വി വാണ്ട് ടു ഫൈൻഡ് ദി അതർ 3 വെർട്ടീസസ്. അപ്പോൾ ഇത് O ആണ്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്താ? 0, 0 ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ വൈ ആക്സിസിന് പാരലായിട്ടുള്ള ലൈനിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും എക്സ് കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? 4 ആണ്. ഓക്കെ, പിന്നെ എക്സ് ആക്സിസിന് ഉള്ള എക്സ് ആക്സിസിലുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ്സ് 0 ആണ്. അപ്പോൾ ഇവിടെ 0 ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റും എന്താവും? 0. അപ്പോൾ 4, 0 ഇസ് ദ പോയിൻറ്റ്. ഇത് വൈ ആക്സിസ് ആണ്. അപ്പോൾ വൈ ആക്സിസിലുള്ള പോയിൻറ്റിൻ്റെ എല്ലാം എക്സ് കോർഡിനേറ്റ് 0 നമുക്കറിയാം. അപ്പോൾ അവിടെ 0 എന്ന് എഴുതി. വൈ കോർഡിനേറ്റ് കിട്ടാൻ എന്ത് ചെയ്യുക? ഈ ലൈൻ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈനിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വൈ കോർഡിനേറ്റ് 3 ആയതുകൊണ്ട് ഇവിടെയും വൈ കോർഡിനേറ്റ് 3 ആയിരിക്കും. അങ്ങനെ നമുക്ക് 0, 0, 4, 0, 0, 3 എന്നിങ്ങനെ 3 വെർട്ടീസസ് കിട്ടുന്നു. Okay, that is the second question. Then third question, in the rectangle shown below, the sides are parallel to the axis.
and origin is the midpoint. What is the coordinates of the other three vertices? Question 3. ഒരു rectangle. ആ rectangleന്റെ sides are parallel to the axis and the origin is the midpoint. Okay. സൈഡ്സ് ആക്സസിന് പാരലലാണ്. ഈ സൈഡും എക്സ് ആക്സിസിനും അതുപോലെ ഈ രണ്ട് സൈഡും വൈ ആക്സിസിനും പാരലലാണ്. ഇതാണ് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. സോ എക്സ് ആക്സിസ് വി ക്യാൻ ഡിനോട്ട് ബൈ എക്സ് ഡാഷ് എക്സ് ആൻഡ് വൈ ആക്സിസ് ഈസ് വൈ ഡാഷ്. ഓക്കെ, ഇതിൽ ആൻഡ് ഒറിജിൻ ഈസ് ദ മിഡ് പോയിൻറ്റ്. Origin is the midpoint എന്ന് പറഞ്ഞാൽ this is the origin എന്ന് തന്നിട്ടുണ്ട്. One vertex is given, that is 3 2 എന്ന ഒരു vertex തന്നിട്ടുണ്ട്. The other 3 vertices we have to find out or we want to find out. അപ്പോൾ എന്താണ് 3 2 എന്ന് പറഞ്ഞാൽ x coordinate 3, that means y axis എന്നുള്ള അകലം ഇവിടുന്ന് ഇങ്ങോട്ട് 3 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ എന്തായിരിക്കും 3 ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാം. ഇത് വൈ ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് ഒരു മാറ്റം ഉണ്ടാവില്ല, 3 തന്നെ ആയിരിക്കും. ഇനി നമുക്ക് വൈ കോർഡിനേറ്റ് കിട്ടണം. ഓക്കെ, വൈ കോർഡിനേറ്റ് കിട്ടാൻ ഇവിടെ ഈ പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് 2 ആണ്. വൈ കോർഡിനേറ്റ് 2 മീൻസ് ദ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 2 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 2 തന്നെ ആയിരിക്കും, ഡിസ്റ്റൻസ് 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഒറിജിൻ ആയതുകൊണ്ട് ഒറിജിൻ്റെ താഴോട്ടൊക്കെ നമ്മൾ -1 -2 എന്നാണ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ -1 -2 വരും. അപ്പോൾ ഇവിടെ വരുന്നത് എന്തായിരിക്കും -2 ആയിരിക്കും. അപ്പോൾ 3 2 3 -2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 3 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ് 3 തന്നെയാണ്. ഓക്കെ, ഡിസ്റ്റൻസ് 3 ആണ്. അപ്പോൾ ഇവിടെ -1 -2 -3 ഇങ്ങനെയാണ് വരിക, -3 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ എക്സ് ആക്സിസിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലമാണെന്ത് വൈ കോർഡിനേറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലമാണ് എക്സ് കോർഡിനേറ്റ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം എത്രയാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും -3 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ -3. ഈ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്, അപ്പോൾ വൈ കോർഡിനേറ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇവിടെ വൈ കോർഡിനേറ്റ് 2 ആയതുകൊണ്ട് ഇവിടെയും വൈ കോർഡിനേറ്റ് 2 ആണ്. അപ്പോൾ -3 2. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഒക്കെ സെയിം ആണ്. അപ്പോൾ ഇവിടേക്ക് നെഗറ്റീവ് ആയിരിക്കും, ഇവിടേക്ക് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള ഡിഫറൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എക്സ് ആക്സിസിലേക്ക് വന്നാൽ ഇവിടെ 3 കിട്ടും, അപ്പോൾ 3 2. ഇവിടുന്ന് എക്സ് ആക്സിസിലേക്ക് വന്നാൽ ഇവിടെ ഉണ്ടാകുന്ന പോയിൻറ്റ് -3 ആയിരിക്കും, അതുകൊണ്ട് -3 2. ഇനി ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കാണണം. ഇങ്ങനെയുള്ള ലൈനിലെല്ലാം എക്സ് കോർഡിനേറ്റ്സ് സെയിം ആണ്. അപ്പോൾ ഇവിടെ -3 ആണെങ്കിൽ ഇവിടെയും -3 തന്നെയാണ്. ഈ ഇങ്ങനെ എക്സ് ആക്സിസിന് പാരലലായിട്ട് ലൈനിലെല്ലാം വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ വൈ കോർഡിനേറ്റ് -2 ആയതുകൊണ്ട് ഇവിടെയും വൈ കോർഡിനേറ്റ് -2 ആയിരിക്കും. അങ്ങനെ നമുക്ക് 4 പോയിൻറ്റ്സിൻ്റെയും കോർഡിനേറ്റ്സ് കിട്ടി. ഇവിടെ 3 2 3 -2 -3 2 -3 -2. അപ്പോൾ നേരത്തെ ഞാൻ ക്വാഡ്രൻസിൻ്റെ കാര്യം പറഞ്ഞു. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഈ 4 പോയിൻറ്റ്സ് സ്ഥിതി ചെയ്യുന്നത് 4 ക്വാഡ്രൻസിലാണ്. ഇവിടെ രണ്ടും പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ്. അങ്ങനെ തന്നെയാണ് ഈ പോയിൻറ്റ്സൊക്കെ വന്നിരിക്കുന്നത്. എല്ലാത്തിലും നമ്പേഴ്സ് 3 2 തന്നെയാണ്, സൈൻ മാത്രം ഡിഫറൻ്റ് ആയിട്ടുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. Then fourth question, the triangle below shown below is equilateral. താഴെ ഒരു equilateral triangle കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്താണ് കാണാൻ പറഞ്ഞത്? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഇറ്റ്സ് വെർട്ടീസസ്. ഈ ട്രയാങ്കിളിൻ്റെ വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടെത്തണം. ഫോർത്ത് ക്വസ്റ്റ്യൻ, നേരത്തെ നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടിരുന്നു, ഏകദേശം അതുപോലെ തന്നെയാണ് ഇതും. ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. ഇവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്.
equilateral triangle. അതിൻ്റെ ബേസിൻ്റെ ലെങ്ത്ത് 4 യൂണിറ്റ് അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് y ആക്സിസ് ആൻഡ് ദിസ് വൺ ഈസ് x ആക്സിസ്. x ആക്സിസിനെ നമ്മൾ എക്സ് ഡാഷ് എക്സ് എന്നും y ആക്സിസിനെ y ഡാഷ് എന്നും വിളിക്കുക. പക്ഷേ x ആക്സിസിൻ്റെ പകുതിയേ ഉള്ളൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളൂ പോസിറ്റീവ് സൈഡ്, അതുകൊണ്ട് x എന്നും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോസിറ്റീവ് സൈഡ് മാത്രമേ ഉള്ളൂ y എന്നും പറയുന്നു. ഈ നെഗറ്റീവ് സൈഡിനെയാണ് നമ്മൾ x ഡാഷ് എന്ന് പറയാം, ഇങ്ങോട്ട് നെഗറ്റീവ് സൈഡിനെ നമ്മൾ y ഡാഷ് എന്നും പറയും. അങ്ങനെ y ഡാഷ് x ഡാഷ്. ഓക്കെ, ഇതിൽ ഈ അകലം ബേസ് ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഗിവൺ ടു ബി 4 യൂണിറ്റ്സ്. ഓക്കെ, സെൻറ്റിമീറ്റർ ഒന്നും പറഞ്ഞിട്ടില്ല, സെൻറ്റിമീറ്റർ ആയിരിക്കും, സെൻറ്റിമീറ്ററോ മീറ്ററോ എന്തായാലും കുഴപ്പമില്ല. 4 യൂണിറ്റ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, 4 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആംഗിൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് 60 ഡിഗ്രി. അപ്പോൾ ഇത് 4 ആണെങ്കിൽ ഇവിടെയൊക്കെ 4 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഈ വെർട്ടെക്സ് നിന്ന് നേരെ താഴോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ദിസ് ആംഗിൾ ഈസ് 90, ദഫോർ ദിസ് ആംഗിൾ വിൽ ബി 30 ഡിഗ്രി. അപ്പോൾ 30, 60, 90 ഉള്ള ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി. അപ്പോൾ ഈ എല്ലാ സൈഡ്സും 4 ആയതുകൊണ്ട് ഇവിടെ 4, അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് ഈ 4ൻ്റെ നേർ പകുതിയായിരിക്കും, അങ്ങനെ 2 എന്ന് കിട്ടും. അതല്ലെങ്കിൽ നമുക്കറിയാം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അത് ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൻ്റെ ലെങ്ത്ത് 4 ആണെങ്കിൽ അത് 2 മാറും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ലെങ്ത്ത് 2 ആണ്, ഇതിൻ്റെ ലെങ്ത്ത് 2 ആണ്. ഓക്കെ, 30ക്ക് ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റുള്ളത് 2√3 ആയിരിക്കും, 2√3. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 2√3 ആണ്. ഇനി നമ്മൾ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസിൻ്റെയും കോർഡിനേറ്റ്സ് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് ഫിഗറിൽ തന്നെ തന്നിട്ടുണ്ട് O ആണെന്ന്. അപ്പോൾ O ആണെങ്കിൽ കോർഡിനേറ്റ്സ് എന്താണ്? 0, 0 ആണ്. ഇനി ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് 4 ആയതുകൊണ്ട് ഇത് x ആക്സിസ് ആയതുകൊണ്ട് ഇവിടുത്തെ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് 4, 0 ആയിരിക്കും. ഓക്കെ, x ആക്സിസിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും ബൈ കോർഡിനേറ്റ് 0 ആയിരിക്കും, നമ്മൾ പഠിച്ചതാണ്. ഇനി അപ്പോൾ 2 കോർണേഴ്സിൻ്റെ അല്ലെങ്കിൽ 2 വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടണം. അപ്പോൾ മൂന്നാമത്തെ വെർട്ടെക്സിൻ്റെ x കോർഡിനേറ്റും y കോർഡിനേറ്റും. x കോർഡിനേറ്റ് മീൻസ് നമ്മൾ നേരെ x ആക്സിസിലേക്ക് വന്നാൽ കിട്ടുന്നതാണ് x കോർഡിനേറ്റ്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ നമ്മൾ 1, 2, 3, 4 എന്ന് എഴുതുകയാണെങ്കിൽ ഇവിടെ 1 വരും, 2 എന്ന് പറഞ്ഞ പോയിൻ്റ് ഇവിടെ വരും, ഇവിടെ 3 വരും, ഇവിടെ 4 വരും, അങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ ശരിക്കും ഉണ്ടാവുന്ന പോയിൻ്റ് ഏതാണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഈ y ആക്സിസിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 2. ദെർഫോർ x കോർഡിനേറ്റ് ഈസ് 2. ഇനി y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ x ആക്സിസിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതാണ് x ആക്സിസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് എത്രയാണോ അതാണ് y കോർഡിനേറ്റ്. ദാറ്റ് വി ഗോട്ട് 2√3. ഓക്കെ, അപ്പോൾ y കോർഡിനേറ്റ് 2√3 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. അങ്ങനെ ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസിൻ്റെയും എന്ത് കിട്ടി? കോർഡിനേറ്റ്സ് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് ദി ആൻസർ ഫോർ ദ 4th ക്വസ്റ്റ്യൻ. ഇനി 5th ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പം നമ്മൾ ചെയ്തത് 4th ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ ഈസ് 5th വൺ.
ഇങ്ങനെ ഒരു ഫിഗർ തന്നിരിക്കുന്നു. ഇറ്റ് ഈസ് O ആൻഡ് ദിസ് വൺ ഈസ് Y ആൻഡ് ദിസ് ഈസ് X. അപ്പോൾ OX X ആക്സിസ്, OY Y ആക്സിസ്. ഇവിടെ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ എ ലാർജ് ട്രപ്പീസിയം മെയ്ഡ് അപ്പ് ഓഫ് 4 ഈക്വൽ ട്രപ്പീസിയംസ്. ഇതൊരു വലിയ ട്രപ്പീസിയമാണ്. ഈ ട്രപ്പീസിയം ഉണ്ടായിരിക്കുന്നത് എന്താണ്? മെയ്ഡ് അപ്പ് ഓഫ് 4 ഈക്വൽ ട്രപ്പീസിയംസ്, 4 ഈക്വൽ ട്രപ്പീസിയം, 1 2 3 4, അങ്ങനെ 4 ഈക്വൽ ട്രപ്പീസിയംസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ട്രപ്പീസിയം ഉണ്ടായിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടീസസ് ഓഫ് ഓൾ 3 ട്രപ്പീസിയംസ്. ഈ ഓൾ ദീസ് ട്രപ്പീസിയംസ്, ഈ എല്ലാ ട്രപ്പീസിയത്തിൻ്റെയും കോർണേഴ്സിൻ്റെ അല്ലെങ്കിൽ വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഡ്രോ ദിസ് പിക്ചർ ഇൻ ജിയോജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ ജിയോജിബ്രയിൽ ഈ ചിത്രം വരയ്ക്കാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ ജിയോജിബ്രയിൽ ഉപയോഗിച്ച് ചെയ്താൽ മതി, ജിയോജിബ്ര ഉപയോഗിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് വാട്ട് കോർഡിനേറ്റ്സ് ഓഫ് വെർട്ടീസസ് ഓഫ് ഓൾ ദീസ് ട്രപ്പീസിയംസ്. എല്ലാ ട്രപ്പീസിയത്തിൻ്റെയും വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഈ O മുതൽ ഈ പോയിൻ്റ് വരെയുള്ളത് 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 8 യൂണിറ്റാണ് ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടുന്ന് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഹിയർ യു വിൽ ഗെറ്റ് വാട്ട്? എ സ്ക്വയർ. ഇവിടെ മറ്റൊരു സ്ക്വയറും ഉണ്ട്, ആ സ്ക്വയറിൻ്റെ പകുതിയാണ്. ഇങ്ങനെ എടുത്താൽ സ്ക്വയറിൻ്റെ പകുതി, ഇവിടുന്ന് ഇങ്ങോട്ടൊരു സ്ക്വയറും കാണാം. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് എന്താണ്? ഇതിൻ്റെ മിഡ് പോയിൻ്റാണ്, 8ൻ്റെ മിഡ് പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ ഈ 0യിൽ നിന്ന് അല്ലെങ്കിൽ Oയിൽ നിന്ന് ഇവിടെ എത്തുന്നവരെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ ഈ പോയിൻ്റ് 40 ആണ്, ഈ പോയിൻ്റ് 40 ആണ്, ഇത് 80 ആണ്, 80. ഓക്കെ, അപ്പോൾ ഇതിന് നേരെ, ഈ വെർട്ടെക്സിന് നേരെ നമ്മൾ ഇങ്ങോട്ട് ലൈൻ വരച്ചാൽ ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് 4 ആയതുകൊണ്ട് ഇവിടെ ഈ ഒറിജിനിൽ നിന്ന് ഈ പോയിൻ്റ് വരെ, അതായത് ഇതിന് നേരെ താഴെയുള്ള പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 ആണ് അടയാളപ്പെടുത്താൻ പറ്റും, 2. പിന്നെ ഇത് സ്ക്വയർ ആയതുകൊണ്ട് മനസ്സിലാക്കുക, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 4, ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് 4, അപ്പോൾ ഇവിടുന്ന് മേലോട്ടുള്ള ഡിസ്റ്റൻസ് 4 ആയിരിക്കും, 4. ഓക്കെ, അപ്പോൾ ഈ ലൈൻ ഇവിടുന്ന് ഇവിടം വരെ 4 യൂണിറ്റ് ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ 4 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ലൈൻ 2ന് നേരെ ആയിരിക്കും വരിക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇത് 2 ആയിരിക്കും, ഇതിന് നേരെ ഇവിടെ 4 ആയിരിക്കും. അപ്പോൾ Y ആക്സിസിൽ 2ഉം 4ഉം നമുക്ക് കിട്ടും. ഓക്കെ, ഈ പോയിൻറ്റിന് നേരെ 2, ഇവിടെ 4, ഇതിന് നേരെ ഇവിടെ ഉണ്ടാവുന്നത് എന്തായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഈ പോയിൻ്റ് 20 എന്ന പോയിൻ്റാണ്, ഇത് 60 എന്ന പോയിൻ്റാണ്, ദാറ്റ് ഈസ് 80. പക്ഷേ ഈ 20ഉം 60ഉം നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞതല്ല, പക്ഷേ ഈ വെർട്ടീസസിനെല്ലാം കോർഡിനേറ്റ്സ് കാണണം. അതുകൊണ്ട് ഈ പോയിൻ്റ് ഏതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണ്. ഇവിടെ വെറും 6 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇനി ഈ 1 2 3 4 5 6 ഈ 6 വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് കാണുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നേരെ എക്സ് ആക്സിസിലേക്ക് വന്നാൽ ഇവിടെ 2 എന്ന് കിട്ടും, 2. ഓക്കെ, വൈ കോർഡിനേറ്റ് കിട്ടാൻ നേരെ വൈ ആക്സിസിലേക്ക് വരിക, അപ്പോൾ 2 കിട്ടും. അപ്പോൾ ഇറ്റ് ഈസ് 2 2. അപ്പോൾ ഈ പോയിൻ്റ് 2 2 ആണ്. ഇനി ഈ പോയിൻ്റ് എന്താണ്? ഇവിടുന്ന് എക്സ് ആക്സിസിലേക്ക് വന്നാൽ 4 4, ഇവിടുന്ന് നേരെ വൈ ആക്സിസിലേക്ക് പോയാൽ 2, അപ്പോൾ 4 2 ആണ് ഈ വെർട്ടെക്സ്. ഈ വെർട്ടെക്സ് അതുപോലെ നേരെ എക്സ് ആക്സിസിലേക്ക് വന്നാൽ 6, വൈ ആക്സിസിലേക്ക് വന്നാൽ 2, അപ്പോൾ 6 2 ആണ് ആ വെർട്ടെക്സ്. അപ്പോൾ ഈ 3 വെർട്ടീസസ് 2 2 4 2 6 2 ആണ്. ഓക്കെ, ഇനി മേലെ നമുക്ക് 1 2 3 വെർട്ടീസസ് കാണാനുണ്ട്. അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് കിട്ടാൻ നേരെ എക്സ് ആക്സിസിലേക്ക് വന്നാൽ 4. ഓക്കെ, വൈ കോർഡിനേറ്റ് കിട്ടാൻ നേരെ വൈ ആക്സിസിലേക്ക് പോയാൽ 4. സോ 4 4 അതാണ് ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്. ഇവിടെ നേരെ താഴെ വന്നാൽ 6 6, അപ്പോൾ 6, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ 4, അപ്പോൾ 6 4, ഇവിടെ നേരെ താഴെ 8 4. ഓക്കെ, ഇവിടെ എല്ലാത്തിൻ്റെയും വൈ കോർഡിനേറ്റ്സ്
സെയിം ആയിരിക്കും ബിക്കോസ് ഇറ്റ് ഈസ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ 4 4 6 4 8 4. ഇവിടെ അതുപോലെ എല്ലാത്തിൻ്റെയും y കോർഡിനേറ്റ്സ് 2 ആയിരിക്കും. 2 2 4 2 6 2. ഓക്കെ, നൗ വി ഗോട്ട് all the vertices of all the trapeziums. ഓക്കെ, ഇവിടെ 1 2 3 4 സ്മോൾ ട്രപ്പീസിയംസ് ഉണ്ട്. എല്ലാ ട്രപ്പീസിയംസിൻ്റെയും വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി one more question is there in that exercise. ആ എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, 6th question. We can find the answer for that question also. ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിരിക്കുന്നു. സെൻറ്ററിലൂടെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിരിക്കുന്നു. ഓക്കെ, ഒരു പോയിന്റ് സർക്കിളിലുള്ള ഒരു പോയിന്റ് എ, ആ എയിൽ നിന്ന് എയിലൂടെ ഒരു റേഡിയസ് വരച്ചിരിക്കുന്നു. ഈ റേഡിയസ് ഈ എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ഈസ് ഗിവൺ ടു ബി 30 ഡിഗ്രിയാണ്. ഇനി ഈ റേഡിയസിന് പെർപെൻഡിക്കുലറായിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ 90 ഡിഗ്രി ഉണ്ടാകുന്ന രീതിയിൽ മറ്റൊരു റേഡിയസ് വരച്ചിരിക്കുന്നു. ഈ ആംഗിൾ 90 ആവുന്ന രീതിയിൽ ഒരു റേഡിയസ് വരച്ചിരിക്കുന്നു. ഇവിടെ സർക്കിളിലുള്ള പോയിന്റ് ബി ആണ്. ഇത് എക്സ് ആക്സിസ്, എക്സ് ഡാഷ് എക്സ്, ആൻഡ് ദിസ് ഈസ് വൈ ആക്സിസ്, വൈ ഡാഷ് വൈ ആക്സിസ്. ഇവിടെ ഇറ്റ് ഈസ് ഒറിജിൻ എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിൻറ്റ്സ് എ ആൻഡ് ബി. ഓക്കെ, കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കോർഡിനേറ്റ്സ് കാണുമെന്ന് ചോദിച്ചാൽ, എ എന്ന പോയിന്റിൽ നിന്ന് നേരെ താഴോട്ട് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ 90 ആയിരിക്കും. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഇവിടെ 90, ഇത് 30, അപ്പോൾ ഇവിടെ 60 ആയി മാറും. പിന്നെ ഇതിൽ ഒരു മെഷറും കൂടെ തന്നിട്ടുണ്ട്, റേഡിയസ് ഈസ് 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒ എ ഈസ് ഈക്വൽ ടു 2 ആണ്. അതുപോലെ ഒ ബി ഓൾസോ ഈസ് 2. ഓക്കെ, ഒ എയും ഒ ബിയും രണ്ടും എന്താണ്? 2 ആണ്. നേരത്തെ നമുക്കറിയാം, ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ചാണ്, ഒരു 30 60 90 ഡിഗ്രി ആംഗിൾസ് ഉള്ള ഒരു ട്രയാംഗിളിലെ ഹൈപ്പോട്ടന്യൂസിൻ്റെ മെഷർ അറിയാമെങ്കിൽ മറ്റ് രണ്ട് സൈഡ്സിൻ്റെ മെഷേഴ്സ് എങ്ങനെയാണ് കാണുക എന്ന്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 1 ആയിരിക്കും, 1. അതുപോലെ 60ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് √3 ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കിട്ടി, ഇവിടുന്ന് മേലോട്ടുള്ള ഡിസ്റ്റൻസും കിട്ടി. അതായത് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റുമായി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ പെർപെൻഡിക്കുലർ സൈഡ്സ് രണ്ടും ഉണ്ടല്ലോ, ആ രണ്ട് സൈഡ്സിൻ്റെയും ലെങ്ത്തുകളാണ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. അപ്പോൾ എയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, വൈ ആക്സിസ് ഇതാണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഈ എയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ആക്സിസ് നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് വാട്ട്? √3. അപ്പോൾ √3. പിന്നെ വൈ കോർഡിനേറ്റ് മീൻസ് എക്സ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ്. ഇതാണ് എക്സ് ആക്സിസ് നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ദാറ്റ് ഡിസ്റ്റൻസ് വി ഗോട്ട് 1. ദർഫോർ 1 ഈസ് റിട്ടൺ ദർ. സോ കോർഡിനേറ്റ്സ് ഓഫ് എ ആർ √3 ആൻഡ് 1. ഇനി അതേപോലെ തന്നെ ബിയുടെ കോർഡിനേറ്റ്സ് നമ്മൾ കാണണം. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ്സ് കാണാനും നമ്മൾ എന്ത് ചെയ്യുന്നു? ബിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ 90 ആവും.
നമുക്കറിയാം ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെ ഇങ്ങനെ ഉള്ള ടോട്ടൽ ആംഗിൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട് 180. ഓക്കെ, 180ൽ 90 + 30 120. അപ്പോൾ 120 കഴിച്ചാൽ പിന്നെ ബാക്കി വരുന്ന ഈ ആംഗിൾ 60 ഡിഗ്രി ആംഗിളായിരിക്കും. 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 30 ആയി മാറും. അപ്പോൾ 30, 60, 90 ആംഗിൾസുള്ള മറ്റൊരു ട്രയാങ്കിളാണ് ഈ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൽ എന്താണ് ഹൈപ്പോട്ന്യൂസ് 2. ദിസ് ഈസ് ഹൈപ്പോട്ന്യൂസ് 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 2. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് അതിൻ്റെ നേർ പകുതിയായിരിക്കും 1 ആയിരിക്കും. സോ ദിസ് ഈസ് 1. ഈ 60ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് √3 ആയിരിക്കും. അപ്പോൾ √3 1 എന്ന് രണ്ട് സൈഡ്സിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടി. ഇനി ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുക്കുക. മേലോട്ടുള്ള ഡിസ്റ്റൻസ് പോസിറ്റീവ്, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നെഗറ്റീവ്. ഡിസ്റ്റൻസ് നെഗറ്റീവ് അല്ല, ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവാണ്. പക്ഷേ നമ്മൾ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ നെഗറ്റീവ് സൈൻ കൊടുത്തുകൊണ്ടാണ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് പോസിറ്റീവാണ്. പക്ഷേ മെഷേഴ്സ് ഒക്കെ എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ബിയുടെ കോർഡിനേറ്റ്സ്, അപ്പോൾ എക്സ് കോർഡിനേറ്റ് മീൻസ് വൈ ആക്സിസിൽ നിന്നുള്ള അകലം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടേക്ക്. അപ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് ഇവിടെ മാർക്ക് ചെയ്യുക എന്തായിരിക്കും, -1 എന്നായിരിക്കും ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ -1 എന്ന് കൊടുക്കുക. ഇനി വൈ കോർഡിനേറ്റ് മീൻസ് എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്, √3 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തൊക്കെ പോസിറ്റീവ് അടയാളപ്പെടുത്തുന്നതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മെഷർ നമ്മൾ √3 ആയിട്ട് തന്നെ എടുത്താൽ മതി. അപ്പോൾ -1 √3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഏത് ബി. Now we got coordinates of B and coordinates of A. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ രണ്ട് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മളിവിടെ പഠിക്കുന്ന കോർഡിനേറ്റ്സ് എന്നുള്ള പാഠത്തിലെ ആശയങ്ങളും അതോടൊപ്പം തന്നെ അതിന് തൊട്ട് മുമ്പ് പഠിച്ച ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ ഐഡിയാസും. ഈ രണ്ട് ഐഡിയാസിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പല ക്വസ്റ്റ്യൻസും എക്സാമിനേഷനും ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇത് കോർഡിനേറ്റ്സിലെ ക്വസ്റ്റ്യൻ ആണോ അതല്ല ഇത് ട്രിഗ്നോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ അതിനെ ട്രിഗ്നോമെട്രിയിലെ ക്വസ്റ്റ്യനായിട്ടും ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ കോർഡിനേറ്റ്സിലെ ക്വസ്റ്റ്യനായിട്ടും ഉൾപ്പെടുത്താം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ആ എക്സസൈസിലുണ്ടായിരുന്ന 6 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ് വി ക്യാൻ സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു. സീ യു നെക്സ്റ്റ് ഡേ.